കേരളത്തിലെ മലയോര ജില്ലകൾ കഴിഞ്ഞ 4-5 വർഷമായി സംഘർഷ ഭൂമികളാണ്. അത് മനുഷ്യനും തമ്മിലുള്ള സംഘർഷമല്ല, ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പ്രശ്നവുമല്ല, മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംഘർഷമാണ് മലയോര മേഖലയിലെ കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്. ഓരോ വർഷവും എത്രയോ പേർ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉൾപ്പെടെയുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ മരിക്കുന്നു, പരിക്കേൽക്കുന്നു. അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലും അതുപോലെ മറ്റ് മലയോര ജില്ലകളിലും. ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് കേരള വനം വകുപ്പ് ഒരു പുതിയ വന ഭേദഗതി ബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 1 കരട് പ്രസിദ്ധീകരിച്ചു കേരള ഗസറ്റിൽ, അസാധാരണ ഗസറ്റിൽ. അതിനെപ്പറ്റി വലിയ ചർച്ചയൊന്നും നടക്കുന്നില്ല. പക്ഷേ ഈ ബിൽ, അതിലെ ചില നിബന്ധനകൾ, പുതിയ ഭേദഗതി നിർദ്ദേശങ്ങൾ മനുഷ്യൻ്റെ പൗരാവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്നതും ഹനിക്കുന്നതുമാണ്. ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ ചുരുക്കി പറഞ്ഞാൽ വനം ഉദ്യോഗസ്ഥർക്ക്, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകാനും മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനവിഭാഗങ്ങളെ, അവരുടെ പൗരാവകാശത്തെ, സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനും വിപുലമായ അമിത അധികാരങ്ങൾ നൽകുന്ന ഇങ്ങനെയൊരു ബില്ല് വനംവകുപ്പ് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? അതേപ്പറ്റി എന്തുകൊണ്ട് ചർച്ചയുണ്ടാകുന്നില്ല? ഈ കരട് ബിൽ ഇനിയിപ്പോൾ നിയമസഭയിൽ പരിഗണനയ്ക്ക് വരും, അവിടെ ചർച്ചയാവും. നിയമസഭ പാസ്സാക്കിയാൽ ഈ ബിൽ നടപ്പാവും. നമ്മുടെ വനംവകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതോടൊപ്പം മലയോര മേഖലകളിൽ നിന്നും ജയിച്ചു പോയ നമ്മുടെ നിയമസഭയിലെത്തിയ MLA-മാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതുപോലെ പാർലമെന്റിലേക്ക് ജയിച്ചു പോയ MP-മാരും ഇതൊരു ചർച്ചയാക്കാൻ അവർക്ക് താല്പര്യമില്ലേ? മലയോര മേഖലയിലെ MLA-മാർക്കും MP-മാർക്കും അതുപോലെ മറ്റ് ജനപ്രതിനിധികൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഇവരൊക്കെ ഇത് ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട്? എത്ര മാരകമായ ഒരു നിയമമാണ്, കരിനിയമം എന്ന് തന്നെ വിളിക്കാവുന്നതാണ് ഇത് നടപ്പായാലെന്ന് ഉള്ളത്. അതിൻ്റെ ചില സെക്ഷൻസിലെ നിർദ്ദേശങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഏത് വ്യക്തിയെയും ഏത് പൗരനെയും ഒരു കാരണവും കൂടാതെ പിടിച്ച് കസ്റ്റഡിയിൽ വയ്ക്കാനും അല്ലെങ്കിൽ തടവിലാക്കാനും അനുവദിക്കുന്ന, വാറണ്ട് വേണ്ട, മജിസ്ട്രേറ്റിൻ്റെ സമ്മതപത്രം വേണ്ട, അനുമതി വേണ്ട, ഒന്നും കൂടാതെ വനംവകുപ്പിൽ പണിയെടുക്കുന്ന ഏത് ഉദ്യോഗസ്ഥനും വാച്ചർ, ഗാർഡ് മുതൽ വാച്ചർ, ഏറ്റവും താഴെ തട്ടിലുള്ള വാച്ചർ, ട്രൈബൽ വാച്ചർ മുതൽ ആദിവാസി വാച്ചർ മുതൽ ആർക്കും വനത്തിൽ കയറുന്ന, വനത്തിൽ കയറിയില്ലെങ്കിലും വനത്തിൽ കയറിയെന്ന് പറഞ്ഞ് വനത്തിന് പുറത്തു നിന്ന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ വയ്ക്കാനും ഒക്കെ അനുമതി നൽകുന്ന, വാറണ്ടില്ലാതെ അധികാരം നൽകുന്ന ഈ നിയമം, ഇത് കരിനിയമം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഇതിനെതിരെ പ്രതിഷേധം ഉയരട്ടെ. അതിലെ ചില പ്രധാന വകുപ്പുകൾ നോക്കാം. അതിൽ ഈ ഭേദഗതി അമെൻഡ്മെന്റ്, അതായത് 1961 കേരള വനനിയമം പരിഷ്കരിച്ചുകൊണ്ടാണ് 2024 അമെൻഡ്മെന്റ് ബിൽ ഇപ്പോൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ട് അത് നിയമസഭയിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി നിയമസഭയിൽ ചർച്ച ചെയ്ത് ഇത് പാസ്സാക്കിയാൽ ഈ കരിനിയമം നടപ്പാവും. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? ചുരുക്കി പറഞ്ഞാൽ, കാട്ടിൽ കയറിയാൽ 25,000 രൂപ പിഴ. കയറിയെന്ന് നേരിട്ട് കൈയോടെ പിടിക്കണമെന്നില്ല. കയറിയെന്ന് പറഞ്ഞ് പുറത്ത് കാടല്ലാത്തടത്ത് ജനവാസ മേഖലയിൽ നടക്കുന്ന ഒരാളിനെ വനം ഉദ്യോഗസ്ഥർക്ക് പിടിക്കാൻ അധികാരം നൽകും. നിങ്ങൾ കാട്ടി കയറി എന്ന് പറഞ്ഞ്, കാട്ടുകയറി നിങ്ങൾ കമ്പൊടിച്ചു, മരം മുറിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്താലും പിഴ 25,000 രൂപ. പണ്ട് ഉള്ള പിഴയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ ചാർജ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അതുപോലെ കാട്ടിലെ നദികളിൽ, അരുവികളിൽ മീൻ പിടിച്ചാൽ പിഴ. മീൻ പിടിക്കാൻ വിഷം ഉപയോഗിക്കുകയോ തോട്ട പൊട്ടിക്കുകയോ അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. പക്ഷെ മീൻ പിടിച്ചാൽ വാറണ്ടില്ലാതെ, ഒരു കാരണവും കാണിക്കാതെ നിങ്ങൾ മീൻ പിടിച്ചു, നിങ്ങൾ കാട്ടിലെ വെള്ളം അശുദ്ധമാക്കി, മാലിന്യമാക്കി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അകത്തിടാം. മുമ്പ് ഈ അധികാരം പോലീസ് ഓഫീസർമാർക്ക് മാത്രമേ, അതായത് വനത്തിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ, വനം കയ്യേറ്റം അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ആക്രമിക്കുക, കൊല്ലുക, അല്ലെങ്കിൽ വനത്തിലെ തടി മുറിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒഫൻസുകൾ, കുറ്റകൃത്യങ്ങൾ നടന്നാൽ
വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ചെയ്ത ആളെ അല്ലെങ്കിൽ ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന ആളെ അയാൾ ചെയ്തില്ലെങ്കിൽ പോലും നേരിട്ട് അറസ്റ്റ് ചെയ്യാനും വനം ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല നിലവിലത്തെ നിയമത്തിൽ. അത് പോലീസിന് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കേസെടുക്കാൻ സാധിക്കൂ. അത് മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലൊപ്പം പോലീസുകാർക്കൊപ്പം വനം ഉദ്യോഗസ്ഥർക്കും താഴെത്തട്ടിലുള്ള ജൂനിയർ വനം ഉദ്യോഗസ്ഥർ മുതൽ എല്ലാവർക്കും അധികാരം നൽകുന്ന വളരെ ഇതായിട്ടുള്ളൊരു കരിനിയമമാണ് ഇപ്പോൾ ഈ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആകെ ഇല്ലാത്തത് ഓരോ ഫോറസ്റ്റ് സ്റ്റേഷനിലും ലോക്കപ്പില്ല. ഇപ്പം ലോക്കപ്പ് സംവിധാനമില്ല. ഇപ്പം ലോക്കപ്പിന് വേണ്ടി വരും, ഇടിമുറി വേണ്ടി വരും മർദ്ദിക്കാൻ. ഇതിൻ്റെ ഏറ്റവും അപകടകരമായതൊന്ന് സെക്ഷൻ 63 അമെൻഡ്മെന്റിൽ വരാവുന്ന സെക്ഷൻ 63 ഇങ്ങനെ അമെൻഡ് ചെയ്യുന്നു. അതായത് പവർ ടു അറസ്റ്റ് വിതൗട്ട് വാറന്റ്. വാറന്റ് ഇല്ലാതെ ഏത് പൗരനെയും വനത്തിൽ കയറി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാവുന്ന വകുപ്പ്. അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്: എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ or any police officer may, without orders from a magistrate or without a warrant, arrest and detain any person reasonably suspected of having been indulged in any forest offense unless he is satisfied that such person will appear and answer any charge which may be preferred against him. എന്താണ് ഇതിൻ്റെ മലയാളം? അതായത് നിലവിൽ പോലീസിന് എടുക്കാവുന്ന കേസിന്റെ അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്നു. ടു അറസ്റ്റ് എ പേഴ്സൺ വിതൗട്ട് വാറന്റ് ഓർ വിതൗട്ട് മജിസ്ട്രേറ്റ് കൺസെന്റ്. ഇത് രണ്ടും ഇല്ലാതെ അത് ആർക്ക് അറസ്റ്റ് ചെയ്യുക? ഏറ്റവും താഴെത്തട്ടിലുള്ള റാങ്ക് ഓഫ് എ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വനത്തിൽ കറങ്ങി നടക്കുന്ന അല്ലെ വനത്തിന് പുറത്ത് കറങ്ങി നടക്കുന്ന ഫോറസ്റ്റ് ജീവനക്കാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ വാച്ചർ, അതുപോലെ ട്രൈബൽ വാച്ചർ മുതൽ, ആദിവാസിയിൽ നിന്ന് വിടുന്ന ട്രൈബൽ വാച്ചർ മുതൽ എല്ലാവർക്കും അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വിതൗട്ട് ഓർഡേഴ്സ് ഫ്രം മജിസ്ട്രേറ്റ് ഓർ വിതൗട്ട് എ വാറന്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റെയിൻ. കസ്റ്റഡിയിലെടുത്ത് ഇടാം, ലോക്കപ്പ് മുറിയിൽ ഇടാം. അതായത് ലോക്കപ്പ് മുറി വേണമെന്ന് നിങ്ങൾ പറഞ്ഞത്. ഡിറ്റെയിൻ എനി പേഴ്സൺ റീസണബിളി സസ്പെക്റ്റഡ്. സംശയം തോന്നിയാൽ മതി, കുറ്റം ചെയ്യുന്ന കാണണമെന്നില്ല. വനത്തിൽ കയറി അത് ചെയ്തു ഇത് ചെയ്തു, മരം മുറിച്ചു, അല്ലെങ്കിൽ തോട്ടായിട്ടു, അല്ലെ മീൻ പിടിച്ചു, പിന്നെ വനത്തിലെ തോട്ടിൽ അല്ലെ ആറ്റിൽ നദിയിൽ ഇറങ്ങി എന്നൊന്നും കാണണമെന്നില്ല. കണ്ടു എന്ന് പറഞ്ഞാൽ ആരെയും പിടിക്കാം. എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, അതായത് ഫോറസ്റ്റർ, മേ വിതൗട്ട് ആൻ ഓർഡർ ഇല്ലാതെ ചെയ്യാം, ഓർ വിതൗട്ട് എ വാറന്റ് ഫ്രം എ മജിസ്ട്രേറ്റ്, അതില്ലാതെ ചെയ്യാം. എന്ത്? അറസ്റ്റ് ആൻഡ് ഡിറ്റെയിൻ എനി പേഴ്സൺ ഹു ഒബ്സ്ട്രക്ട്സ്, തടസ്സപ്പെടുത്തുക, ഹിം ഓർ എനി അതർ ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തിയാൽ, ഓർ അതർ സബോർഡിനേറ്റ്, മറ്റുള്ള ഉദ്യോഗസ്ഥരെയും തടസ്സപ്പെടുത്തിയാൽ, ടു ഹിം വൈൽ ഇൻ എക്സിക്യൂഷൻ ഓഫ് ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുമ്പോൾ അത് വനത്തിൽ തന്നെ വേണമെന്നില്ല, വനത്തിന് പുറത്ത് എവിടെയും ആകാം, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ഇത് പൗരന്റെ അവകാശങ്ങളെ ലംഘിക്കലല്ലേ? ഒരു നിയമം എങ്ങനെയായിരിക്കും ദുരുപയോഗം ചെയ്യുക? വനോദ്യോഗസ്ഥരെല്ലാം ഹരിചന്ദ്രന്മാരാണോ? എല്ലാം ബുദ്ധന്മാരാണോ? ശ്രീബുദ്ധന്മാരാണോ? അഹിംസാവാദികളാണോ? ഇത് ദുരുപയോഗം ചെയ്യില്ല എന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? വാറണ്ടിക്കെതിരെ ഗ്യാരണ്ടി ഉണ്ടോ? ഒന്നുമില്ല. ഇനി മൂന്നാമത്തേത്, അതാണ് ഏറ്റവും രസകരം. എനി പേഴ്സൺ അറസ്റ്റഡ് അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, അമെൻഡ്മെന്റ് ആക്ട്, ഈ ഭേദഗതി പ്രകാരം, ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏത് വ്യക്തിയും ഷാൽ ബി ഇൻഫോംഡ്, അവരെ അറിയിച്ചിരിക്കണം, ആസ് സൂൺ ആസ് മേ ബി ഓഫ് ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്, ആൻഡ് ഷാൽ വിതൗട്ട് ഡിലേ ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ the officer in charge of the nearest forest station or police station as the case may be, or before the investigating officer and such other officer shall thereupon act according to law. എന്താണ്? കേൾക്കുമ്പോൾ നിയമപരമായ ഭാഷയാണത്, മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഏത് പേഴ്സണെയും ഏത് വ്യക്തിയെയും ഏത് പൗരനെയും അറസ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, വാറണ്ടും വേണ്ട, മജിസ്ട്രേറ്റിന്റെ അനുമതിയും വേണ്ട. ഇനി അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം അറിയിക്കണം. എങ്ങനെ? ആസ് സൂൺ ആസ് മേ ബി, അതായത് വേണമെങ്കിൽ അറിയിക്കാവുന്നതിനർത്ഥമുണ്ട്. മേ ബി, ആസ് സൂൺ ആസ് മേ ബി,
ഈ ആസുണാസ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലപരിധി എത്ര, മിനിറ്റോ മണിക്കൂറോ ദിവസങ്ങളോ. ഒരാളെ കസ്റ്റഡിയിലെടുത്തു, വനത്തിനകത്തു നിന്നോ പുറത്തു നിന്നോ കസ്റ്റഡിയിലെടുത്തു, എന്നിട്ട് തോന്നുമ്പോൾ അറിയിച്ചാൽ മതി അറസ്റ്റിൻ്റെ കാരണം. ഒരു ദിവസം മേടെ വെച്ചുകൊണ്ടിരിക്കാം കസ്റ്റഡി, 2 ദിവസം വെക്കാം, ഒരാഴ്ച വെക്കാം, പറയേണ്ട കാര്യമില്ല. അതാണ് ഈ നിയമത്തിലെ ഈ ക്ലോസിൻ്റെ വാക്കിൻ്റെ അർത്ഥം, ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഷാൽ ബി ഇൻഫോംഡ് ആസ് സൂൺ ആസ്, എത്രയും വേഗം എന്ന് പറഞ്ഞാൽ അതിന് സമയപരിധിയില്ല. 24 മണിക്കൂർ എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ 48 മണിക്കൂർ എന്ന് പറയുന്നില്ല. ഈ നിയമം മിസ്യൂസ് ചെയ്യില്ല, വനമുദ്യോഗസ്ഥർ മിസ്യൂസ് ചെയ്യില്ല, വനമേഖലയിൽ താമസിക്കുന്ന പൗരന്മാരെ, ജനങ്ങളെ പീഡിപ്പിക്കില്ല, ആക്രമിക്കില്ല, മർദ്ദിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതിനുള്ള എല്ലാ അധികാരങ്ങളും കൊടുക്കുകയാണ് ഈ ബില്ലിൽ, ഇത് നിയമമായാൽ. അപ്പോൾ ഈ പൗരാവകാശത്തിന് എന്ത് ഗ്യാരണ്ടിയുണ്ട്? നമുക്കറിയാം, മലയോര മേഖലകളിൽ ജീവിക്കുന്ന കർഷകരും മറ്റ് ജനങ്ങളും അവർ പലപ്പോഴും വനത്തെ ആശ്രയിക്കാറുണ്ട്. അവർ വനത്തിൽ ഒരു മരത്തിൻ്റെ കമ്പ് മുറിക്കാൻ പോയെന്നിരിക്കും, വിറക് ശേഖരിക്കാൻ പോയെന്നിരിക്കും, വനത്തിൽ കയറി ഒരു മുള വെട്ടാൻ പോയെന്നിരിക്കും. അതായത് കുരുമുളക് മരത്തെ കയറി പറിക്കാൻ വനത്തിൽ പോയി, വനമേഖലയിൽ താമസിക്കുന്ന വനത്തിൽ പോയി മുളയൊക്കെ വെട്ടിക്കൊണ്ടുവരാറുണ്ട്. അത് വനം നശീകരണമല്ല, ജീവിക്കാൻ വേണ്ടി, ജീവിത ഉപാധിക്ക് വേണ്ടി ഒരു മുള മുറിക്കും, 2 മുള മുറിക്കും, കൊടിയേൽ കയറാൻ, കുരുമുളക് പറിക്കാൻ, അല്ലെ മരത്തെ കയറാൻ. ഇനി ഇതൊക്കെ ചെയ്താലുള്ള അനുഭവമാണ് വരാൻ പോകുന്നത്. വനത്തിൽ കയറാൻ പാടില്ല, മരത്തിന്റെ കമ്പ് മുറിക്കാൻ പാടില്ല. പക്ഷേ നിയമം കർശനമാവണം. എന്തിനൊക്കെ? വനം കൊള്ളയ്ക്ക്. വ്യാപകമായിട്ട് വനത്തിലെ തേക്കും ഈട്ടിയും മറ്റു മരങ്ങൾ മുറിച്ച് കടത്തുന്നത് വനമാഫിയയാണ്, കൊള്ളക്കാരാണ്. അവരെ പിടിക്കണം. അതിന് നിയമം കർശനമായിരിക്കണം. ഇപ്പം തന്നെ നിയമത്തിൽ ഒത്തിരി വ്യവസ്ഥകൾ അതിനുണ്ട്. അതേപോലെ വന്യജീവികളെ കൊന്നൊടുക്കുക. വന്യജീവികൾ നാട്ടിലിറങ്ങുമ്പോൾ അവരെ നേരിടാനുള്ള ശേഷി തന്നെ ഇപ്പോൾ കർഷകർക്കില്ല. പിന്നെ അന്ന് വനത്തിൽ പോയി കൊന്നൊടുക്കുന്നത്. അപ്പോൾ വനത്തിൽ ഇന്ന് വന്യമൃഗങ്ങൾ, വനത്തിൽ അവർക്ക് ഭക്ഷണം കിട്ടാത്തപ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങി. സസ്യഭുക്കുകളും മാംസഭോജികളുമായ മൃഗങ്ങൾ. അപ്പം മനുഷ്യന്റെ കൃഷിയിടങ്ങളിലേക്ക് കയറി കൃഷി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായത് നമ്മൾ കാണുന്നതാണ്. മലയോര മേഖലകളിലൊന്നും ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പലരും നാട് വിട്ടു പോകുന്നു, കൃഷിയും ഭൂമിയും ഉപേക്ഷിച്ച് പോകുന്നു മറ്റു സ്ഥലങ്ങളിലേക്ക്. അവിടം വനമായി മാറുന്നു. ഈ ഒരു അവസ്ഥ മലയോര ജില്ലകളിലെ ഒരു വലിയ പ്രശ്നമാണ്. മനുഷ്യന്റെ ജീവിത ഉപാധി, ജീവിതമാർഗം വഴിമുട്ടുന്നു. അവിടെയാണ് പുതിയ നിയമം കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്, പുതിയ ബില്ലും കൊണ്ട്. പ്രധാന ടൗണുകളിൽ വരെ പന്നിശല്യം. പല മാധ്യമ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. കാട്ടുപന്നികൾ നാട്ടിലിറങ്ങിയിരിക്കുകയാണ്, ആനകൾ നാട്ടിലിറങ്ങുന്നു, വനത്തിൽ നിന്ന് കാട്ടാനകൾ. ഇതൊന്നും നിയന്ത്രിക്കാൻ വനംവകുപ്പിന് യാതൊരു പദ്ധതിയില്ല. വനം വകുപ്പ് വനത്തിനകത്ത് മുഴുവൻ മഞ്ഞക്കൊന്നയും യൂക്കാലിപ്സും വെച്ച് സ്വാഭാവിക വനം പലയിടത്തും വയനാട്ടിലും പത്തനംതിട്ടയിൽ ഇടുക്കിയിൽ ഇല്ലാണ്ടാക്കി. മൃഗങ്ങൾക്ക് തിന്നാനൊന്നുമില്ല, സസ്യഭുക്കളായ മൃഗങ്ങൾക്ക് കഴിക്കാൻ പച്ചിലയില്ല, പഴങ്ങളില്ല. അപ്പോൾ സസ്യഭുക്കളായ മൃഗങ്ങൾ പുറത്തേക്ക് കൃഷിയിടം തേടി ഇറങ്ങിയപ്പോൾ സസ്യഭുക്കായ മൃഗങ്ങളെ ആഹാരമാക്കുന്ന വന്യമൃഗങ്ങൾ, മാംസഭോജികളും കടുവയും പുലിയും മറ്റേ മറിച്ചെല്ലാം അതും നാട്ടിലേക്ക് ഇറങ്ങി. ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വനവകുപ്പിന് ഒരു ബില്ലെന്താ കൊണ്ടുവരാത്തത്, ഒരു ഭേദഗതി? അതിനെപ്പറ്റിയൊന്നും ഒരു വാല്യൂ ഇതിൻ്റെ അകത്ത് ഇനി എങ്ങനെ മലയോര കർഷകരെ, മലയോര ജനതയെ ഇനിയും എങ്ങനെ പീഡിപ്പിക്കാമെന്നുള്ളതിൻ്റെ പുതിയ വേർഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെ ഇടതുപക്ഷ മുന്നണി, ഇതിനെ LDF സർക്കാർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ, അനുകൂലിക്കുന്നുണ്ടോ? ഇത് ചർച്ചയാവേണ്ട വിഷയമാണ്. ഇതാണ് ഈ കരിനിയമത്തിൻ്റെ പൊതുവായ രൂപം എന്ന് പറയുന്നത്. ഇത് നടപ്പാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പൊതുസമൂഹം, മലയോര മേഖലയിലെ കർഷകർ, ജില്ലകളിലെ ജനങ്ങൾ മാത്രമല്ല, പൊതുസമൂഹം ഇതിന് രംഗത്ത് വരേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായ